അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്ന വിഷയം, നമ്മൾ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിൽ അകപ്പെട്ടാൽ, മാത്രമല്ല നമ്മുടെ എല്ലാ കാര്യങ്ങളിലും തടസ്സങ്ങൾ സംഭവിച്ച് ഒരു കാര്യവും ശരിയാകാതെ, ജീവിതത്തിൽ ഒരു നേരത്തും ഒരു സമാധാനമില്ലാതെ വലിയ ബുദ്ധിമുട്ടോടുകൂടിയും പ്രയാസത്തോടുകൂടിയും ജീവിക്കുന്ന ആളുകൾക്ക് അതിൽ നിന്ന് ഒന്ന് രക്ഷപ്പെടാൻ, അതിൽ നിന്ന് ഒന്ന് കരകയറാൻ എന്താണ് പരിഹാരമാർഗം? അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മാത്രമല്ല, ഈ കാര്യം നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള എത്ര വലിയ ആഗ്രഹങ്ങളായാലും ആവശ്യങ്ങളായാലും അത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുകയും ചെയ്യും. നമുക്കറിയാം, എത്രയോ ആളുകളുണ്ട് ജീവിതത്തിൽ പല കാര്യങ്ങൾ കൊണ്ടും പ്രതിസന്ധികൾ വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടോടുകൂടി എൻ്റെ കാര്യങ്ങൾ ഇനി ആരോടാണ് പറയുക, എവിടെയാണ് പറയുക, എന്താണ് ഇതിനൊരു പരിഹാരമാർഗം, ഇനി ഈ പ്രയാസത്തിൽ നിന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് രക്ഷ ലഭിക്കുമോ എന്നൊക്കെ ആലോചിച്ച് മനസ്സ് വരെ മരവിപ്പിച്ച് കളയുന്ന എത്രയോ ആളുകൾ ഇന്ന് നമുക്കിടയിലൊക്കെ ധാരാളമുണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിച്ചേക്കാം. അതായത്, ചില ആളുകളെ രോഗങ്ങൾ കൊടുത്തിട്ട് അല്ലാഹു പരീക്ഷിക്കും, കടങ്ങൾ കൊടുത്തിട്ട് പരീക്ഷിക്കും, ദാരിദ്ര്യം കൊടുത്തിട്ട് പരീക്ഷിക്കും, എല്ലാ സമയത്തും വലിയ ടെൻഷൻ കൊടുത്ത് പരീക്ഷിക്കും, കല്യാണം ശരിയാകാതെ പരീക്ഷിക്കും, സന്താനങ്ങൾ നൽകാതെ പരീക്ഷിക്കും, പല അപകടങ്ങൾ കൊടുത്തിട്ടും അപകട മരണങ്ങൾ കൊടുത്തിട്ടും ശരീരഭാഗത്തിലെ പല അവയവങ്ങൾക്കും വേദനയും കടച്ചിലും ഒരു നേരത്തും സുഖമാകാതെ വലിയ ബുദ്ധിമുട്ടും പ്രയാസവും നൽകിയിട്ടും ഒരു കാര്യവും ജീവിതത്തിൽ ശരിയാകാതെ, ജോലിയിലും ബിസിനസ്സിലും തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും വലിയ പരാജയങ്ങൾ തന്നിട്ടും, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പല ആപത്ത് മുസീബത്തുകൾ തന്നിട്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരീക്ഷിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് അല്ലാഹു പരീക്ഷിക്കുക. എന്നാൽ ഈ പരീക്ഷണത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഇസ്ലാമിൽ നമുക്ക് ധാരാളം മാർഗങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നാം തേടിപ്പോവുകയാണ് വേണ്ടത്. എന്നാൽ നമ്മൾ ജീവിതത്തിൽ എത്ര വലിയ കുടുക്കിൽപ്പെട്ടാലും, എത്ര വലിയ പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കുകയാണെങ്കിലും, എത്ര വലിയ പ്രതിസന്ധികളാണെങ്കിലും അതിൽ നിന്നൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ രക്ഷപ്പെടുത്തും. മാത്രമല്ല, നമ്മുടെ എത്ര വലിയ ആഗ്രഹമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയാൽ മാത്രമേ അത് നമുക്ക് ലഭിക്കുകയുള്ളൂ, അത് നമുക്ക് നടന്നു കിട്ടുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്ന വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ദിക്ർ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ ജീവിതത്തിൽ ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങിക്കിട്ടും. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകില്ല, എല്ലാ കാര്യത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. എല്ലാ കാര്യങ്ങളിലെയും തടസ്സങ്ങളെല്ലാം നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടുകയും നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ബറക്കത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുകയും ചെയ്യും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് സാധിപ്പിച്ച് തരണമെങ്കിൽ നമ്മൾ എല്ലാ 5 വക്ത് ഫർള് നിസ്കാരവും അതിൻ്റെ ആദ്യ സമയം തന്നെ നമ്മൾ അല്ലാഹുവിന് വേണ്ടിയിട്ട് നിസ്കരിക്കണം. അതുപോലെ തന്നെ നമ്മൾ എല്ലാ 5 വക്ത് നിസ്കാരത്തിൻ്റെ സമയത്തും സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണം. പ്രിയപ്പെട്ടവരെ, സുന്നത്ത് നിസ്കാരത്തിനോട് നമുക്ക് നല്ല മതിപ്പ് വേണം. കാരണം
നമ്മൾ നിസ്കരിക്കുന്ന ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും ന്യൂനതകൾ വന്നാൽ അത് പരിഹരിക്കാൻ കാരണമാകുന്നതാണ് സുന്നത്ത് നിസ്കാരം. സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഫർള് നിസ്കാരത്തിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അത് പുറത്തു തരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും നിസ്കാരം ജീവിതത്തിൽ നിസ്കരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ചെറിയ ദിക്ർ, വലിയ മഹത്വമുള്ള ഈ ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും ചുരുങ്ങിയത് ഒരു 40 പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ പ്രതിസന്ധികളും വിഷമങ്ങളും നീങ്ങിക്കിട്ടും. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിങ്ങൾക്ക് നിറവേറിക്കിട്ടും. ഇത് പറഞ്ഞത് ഞാനല്ല, നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യമാണ്. ഈ ദുആ സഹോദരനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലിയ ദുആയാണ്. ഏതാണ് ആ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹതപ്പെട്ടവൻ മറ്റാരുമില്ല, നീ പരിശുദ്ധനാണ്. റബ്ബേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി എന്നാണ് ഈ ദുആയുടെ അർത്ഥം വരുന്നത്. നമുക്കറിയാം, മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടപ്പോൾ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് ഉരുവിട്ട ദുആയാണ് ഇത്. വളരെ മൂർച്ചയുള്ള ഒരു ദുആയാണ് ഇത്. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ടു. അവിടെ നിന്ന് രക്ഷപ്പെടാൻ യാതൊരു വഴിയുമില്ല. എന്നാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് സഹായം അള്ളാഹു മാത്രമാണ്. മാത്രമല്ല, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദൂതരാണ്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷ കൈവിടാതെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ടേയിരുന്നു. മത്സ്യത്തിൻ്റെ വയറ്റിനുള്ളിൽ നിന്ന് ഇത് ചൊല്ലിക്കൊണ്ടേയിരുന്നു. എന്നാൽ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലുന്ന ഈ ദുആ മലക്കുകൾ കേൾക്കുന്നുണ്ടായിരുന്നു. മലക്കുകൾ എവിടെ നിന്നോ കേട്ട പരിചയമുള്ള ഒരു ശബ്ദമാണല്ലോ എന്നൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, അത് എൻ്റെ യൂനുസിൻ്റെ ശബ്ദമാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ സമയം തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല നിഷ്പ്രയാസം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്നും രക്ഷപ്പെടുത്തി. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രാർത്ഥന നാമൊക്കെയും എന്തെങ്കിലും പ്രതിസന്ധികളിൽ പെട്ടാൽ അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ദുആ നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഈ ദുആ നമ്മൾ ചൊല്ലിയാലും നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും തീരും. മാത്രമല്ല, നമ്മൾ എന്ത് ആഗ്രഹം മനസ്സിൽ കരുതിയിട്ടാണോ ഈ ദുആ നമ്മൾ ചൊല്ലുന്നത്, ആ ആഗ്രഹം മിന്നൽ വേഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നിറവേറ്റി തരുന്നതാണ്. ഈ കാര്യം ഞാൻ ഇത്രയും വലിയ ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ കാരണം, ഇത് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന കാര്യമാണ്, നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതുകൊണ്ട് എല്ലാവരും ചൊല്ലാൻ എളുപ്പമുള്ള ഈ ദിക്ർ, വലിയ മൂർച്ചയുള്ള ഈ ദിക്ർ എല്ലാ ദിവസവും നിങ്ങൾ ഒരു 41 പ്രാവശ്യം പതിവായി ചൊല്ലുക. എന്നാൽ ഈ ദിക്ർ ചൊല്ലുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ പ്രതിസന്ധികളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും രക്ഷപ്പെടുത്തും. മാത്രമല്ല, അവർ എന്ത് ആഗ്രഹം വെച്ചിട്ടാണോ ഈ ദിക്ർ ചൊല്ലിയത്, അവരുടെ ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു തആല എളുപ്പത്തിൽ അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. ഈ ദിക്ർ 41 പ്രാവശ്യം മാത്രമല്ല, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ 100 പ്രാവശ്യമോ 1000 പ്രാവശ്യമോ എത്ര പ്രാവശ്യം വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ലാം. ധാരാളം ചൊല്ലുന്നത് അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും വലിയ വിജയമായിരിക്കും ഉണ്ടാകുക. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് വലിയ പ്രതിഫലമാണ് നൽകുക.
അതുകൊണ്ട് എല്ലാവരും ചുരുങ്ങിയത് 41 പ്രാവശ്യമെങ്കിലും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടു കൂടിയും നല്ല നിയ്യത്തോടു കൂടിയും ഈ ദിക്ർ ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കതിന് തൗഫീക്ക് ചെയ്യട്ടെ. ഈ ദിക്റിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ രോഗങ്ങളും കടങ്ങളും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല തീർത്തു തന്ന് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു നിറവേറ്റി തന്ന് നമ്മുടെ ജീവിതത്തിൽ നല്ല സന്തോഷവും സമാധാനവും ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.